ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇന്ത്യസ് മീഡിയ. ഒരു മൂവി റിവ്യൂ ആണ് കാന്താര ചാപ്റ്റർ 1. 2022 പുറത്തിറങ്ങി വമ്പ ഹിറ്റായി മാറിയ കാന്താരയുടെ പ്രീക്വലായ കാന്താര ചാപ്റ്റർ 1. കാന്താര റിലീസായത് 2022 40 കോടിയായിരുന്നു ചിത്രത്തിന് ബഡ്ജറ്റ്. 400 കോടിയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിന് കളക്ട് ചെയ്ത ചിത്രമായിരുന്നു കാന്താര. കന്നഡ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേര് കാന്താരയുടെ തന്നെയായിരിക്കും. കാരണം കാന്താര സിനിമ കന്നഡ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു നാഴികക്കല്ലായിരുന്നു. വേൾഡ് വൈഡ് കന്നഡ ഇൻഡസ്ട്രി അറിയപ്പെടുന്നത് കാന്താരയുടെ പേരിലായിരുന്നു. പക്ഷേ കാന്താരയുടെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങള് കുറച്ച് ലാഗുണ്ടെന്നും മടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞവരും ഉണ്ട്. ലാസ്റ്റ് 20 മിനിറ്റ് കൊണ്ടാണ് ആ സിനിമ അത്രയും ഹൈപ്പിൽ പോയത്. കുറച്ച് മിത്തും കുറച്ച് ഫാന്റസിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കാന്താര ഇറങ്ങിയത്. എന്നാൽ കാന്താര ചാപ്റ്റർ 1 വരുമ്പോ ലാസ്റ്റ് 20 മിനിറ്റ് നമ്മൾ ഏത് മൂടിയിരുന്നാണോ പടം കണ്ടത്, ഈ പടത്തിന് തൊട്ടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരേ വൈബിലായിരിക്കും നമ്മൾ പടം കാണുന്നത്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത പടം. മേക്കിങ്ങിന്റെ കാര്യത്തില് സൂപ്പർ. ഋഷഭ് ഷെട്ടി തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും. നായകനും ഋഷഭ് ഷെട്ടി തന്നെയാണ്. എന്താ അഭിനയം, ആഹാ. സിനിമയിൽ എടുത്തു പറയുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതില് ഒന്ന് നായകൻ ഋഷഭ് ഷെട്ടി തന്നെ, രണ്ടാമത് രുക്മിണി പടത്തിലെ നായിക, പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ജയറാമേട്ടൻ. മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷം കൂടിയാണ്. കാരണം ഇതിനു മുമ്പുള്ള മിക്ക പടങ്ങളിലും ജയറാമേട്ടൻ അന്യഭാഷ സിനിമകളിൽ പോയി കോമാളി വേഷങ്ങൾ ചെയ്തു എന്നൊരു ചീത്തപ്പേരുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അതെല്ലാം മാറിക്കിട്ടും. അങ്ങേർക്ക് കിട്ടുന്ന ക്യാരക്ടർ, സ്പേസ്, അതൊന്നും ഒരു ഐറ്റം തന്നെയായിരുന്നു. അത് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെയുള്ളത് നായിക രുക്മിണി. പടത്തിന് ഇന്റർവെൽ തൊട്ട് മുമ്പ് കുറച്ച് സീൻസ് ഉണ്ട്. മോനെ എന്തായിരുന്നത്, എങ്ങനെ മേക്ക് ചെയ്ത് വെച്ചെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. പിന്നെ മിത്തും കുറച്ച് ഫാന്റസി കാര്യങ്ങളും വേറെ ഉണ്ട്. അത് തൽക്കാലം പറയുന്നില്ല, ഒരു സ്പോയിലർ ആയി പോവും. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. അത് സ്റ്റോറിയുമായിട്ട് വിഷ്വലുമായിട്ട് എങ്ങനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എഡിറ്റിംഗ് ആണെങ്കിലും കട്ട്സ് ആണെങ്കിലും ഒരു രക്ഷയില്ല. എല്ലാം മികച്ചതെന്ന് പറയാനേ ഉള്ളൂ. ഇത് നെഗറ്റീവായിട്ട് പറയാൻ ഒന്നും തന്നെ കിട്ടുന്നില്ല. അത്രയും ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാന്താര. കാന്താര സിനിമയില് ലാസ്റ്റ് 20 മിനിറ്റ് കൊണ്ടാണ് ഋഷഭ് ഷെട്ടി ആ നാഷണൽ അവാർഡ് തൂക്കിയെന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു പടത്തില് നാഷണൽ അവാർഡ് കാര്യങ്ങൾ നോക്കുക വേണ്ട, അതും കൊണ്ടുപോയി തന്നെ കൂട്ടിയാൽ മതി. അതുപോലെയായിരുന്നു ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസും. എന്തായിരുന്നു സ്ക്രീൻ പ്രസൻസ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാന്താര സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 400 കോടി ആയിരുന്നെങ്കിൽ ഇത് ഷുവർ ഷോട്ടായിട്ട് 1000 കോടി അടിക്കാനുള്ള മോത്തലുണ്ട് ഇതിന്. ഈ സിനിമ ഇത്രയും വലിയ ഗംഭീര ട്രീറ്റ് ആവാൻ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ആർട്ട് ടീം തന്നെയാണ്. കോസ്റ്റ്യൂംസ് ആണെങ്കിലും വിഷ്വൽസ് ആണെങ്കിലും സെറ്റ് ആണെങ്കിലും അതിന്റെ ബ്യൂട്ടി നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ സിനിമയെ താങ്ങി നിർത്തുന്ന മെയിൻ ഘടകം എന്ന് പറയുന്നത് അത് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തോ വലിയ കാര്യം ചെയ്യുന്നുണ്ട്, വലിയ സംഭവമാണെന്നൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അതിൽ എത്രയോ മടങ്ങ് വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത്രയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. നമ്മൾ പ്രതീക്ഷയിൽ എത്രയോ മടങ്ങ് മുകളിലാണ് ഇതിന്റെ വിഷ്വൽസ്. ഇതിലെ സെറ്റ് ഇട്ടിരിക്കുന്നത് തന്നെ അതൊരു ഭയങ്കര ഭംഗിയാണ് കാണാൻ തന്നെ. എങ്ങനെയാ സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്, എന്റെ മോനെ, ഇതിക്കുള്ളൊന്നും പറയാനില്ല. മസ്റ്റ് തിയേറ്റർ വാച്ച് പടം തന്നെയാണ് കാന്താര ചാപ്റ്റർ 1. സിനിമ OTT വന്നിട്ട് കാണാം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇത് തിയേറ്ററിൽ നിന്ന് കണ്ടാൽ ഇതിനെ വിഷ്വലും ബ്യൂട്ടി എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും ഋഷഭ് ഷെട്ടി വേറെ ലെവലാണ്. അത് പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മസലാമ.